ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ സ്വന്തം അജൽ മാഷാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആശങ്കകളെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ മക്കളെല്ലാവരും തന്നെ ഈ ഒരു +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹമുള്ള ആളുകളാണ്. മെയിൻ റീസൺ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പുറത്തെ വീട്ടിലത്തെ ശാന്തേൻ്റെ മോൻ അവൻ ദുബായിലേക്ക് പോയി, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ മനോജ് അവൻ സിംഗപ്പൂർ പോയി പഠിച്ചിട്ടല്ലേ അവന് ജോലി കിട്ടിയ. ഇപ്പം അവന് 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. അപ്പം ഇത്തരത്തിലുള്ള മാസ് ഡയലോഗ് നമ്മൾ അടുക്കളയുടെ ബാക്കിൽ, അടുക്കള പരിസരത്ത് കേൾക്കുന്ന ഒരു സ്ഥിരം ടോക്കാണ്. അപ്പോൾ ഇതിൽ ആശങ്കകളെ കുറിച്ച് ആരും വീഡിയോ എടുത്തിട്ടില്ല, അവസരങ്ങളെ കുറിച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആശങ്കകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. ആശങ്ക എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അമേരിക്ക എന്ന് പറയുന്ന നാട്ടിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, സാമ്പത്തികമായിട്ട് ഹയർ സ്ട്രാറ്റയിലുള്ള ആളുകൾ അമേരിക്കയിലുള്ള യൂണിവേഴ്സിറ്റികൾ പ്രിഫർ ചെയ്യുന്നു. പലരും സ്റ്റഡി അറ്റ് ജർമ്മനി എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർ ഒരു മിഡിൽ ലെവൽ ഫാമിലി മെമ്പേഴ്സാണ്. നേരെ മറിച്ച് സമൂഹത്തിൻ്റെ ഹയർ സ്ട്രാറ്റ എന്ന് പറയും, നമ്മൾ അവർ പറയില്ലേ ഹൈ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാർ, അവർ പ്രിഫർ ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. ഒന്ന് അമേരിക്കയാണ്, 2 ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അതിന് കാരണമുണ്ട്. ന്യൂസിലാൻഡ് നമുക്കറിയാം, കോവിഡ് പോലും വരാത്ത ഒരു ഐലൻഡാണ്. ലോകത്ത് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളുടെ ഏറ്റവും മുകളിലുള്ള വൺ ഓഫ് ദ കൺട്രിയാണ് ന്യൂസിലാൻഡ്. മാത്രമല്ല, ന്യൂസിലാൻഡിൽ മനുഷ്യന്മാർക്ക് ജീവിക്കുന്നതിലുള്ള സ്വാതന്ത്ര്യം എന്ന് നമ്മൾ പറയും അല്ലേ, അത് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് ഇത് ന്യൂസിലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം കൊണ്ട് തന്നെ ന്യൂസിലാൻഡിൽ പഠിക്കുക, അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഓക്ലാൻഡ് യൂണിവേഴ്സിറ്റി, വളരെ സൂപ്പർ യൂണിവേഴ്സിറ്റിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികൾ, അവിടെ 80% യൂണിവേഴ്സിറ്റികളിലും ഈ പറയുന്ന ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികളിലേക്കാണ് കുട്ടികൾ പോകുന്നത്. വീണ്ടും മിച്ചം വരുന്ന 20% എന്ന് പറയുന്നത് സ്വാശ്രയ യൂണിവേഴ്സിറ്റികളിലാണ് വരുന്നത്. കണക്ക് പ്രകാരം നമ്മൾ $US ഏകദേശം $10,000 അവിടുത്തെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ നമുക്ക് പെർ ഇയർ ഫീസ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ സ്വകാര്യ സർവകലാശാലകളിലാണ് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ $32,000 നമുക്ക് ചെലവ് വരുന്നത്. ഇനി ഈ ഒരു ചെലവ് എന്ന് പറയുന്നത് എല്ലാ ഇയറിലുള്ള ട്യൂഷൻ ഫീസ് മാത്രമാണ്. ഇതിനു പുറമെ അവിടെ ജീവിക്കാനുള്ള ഒരു ചെലവുണ്ട് അല്ലേ, നമ്മൾ ലിവിങ് കോസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെൻറ്റ്, താമസിക്കാനായിട്ടുള്ള വാടക. ഇതെല്ലാം ചെലവുകളുടെ പട്ടികകൾ ലിസ്റ്റ് ചെയ്യുന്ന ഒന്നായിട്ട് മാറാണ്. ഇത് നമുക്ക് കട്ട് ഷോർട്ട് ചെയ്യാനായിട്ടൊന്നും പറ്റില്ല. വാടക സമയത്തിന് കൊടുക്കണം, ട്യൂഷൻ ഫീസ് സമയത്തിന് തന്നെ നമ്മൾ കൊടുക്കണം. പിന്നീട് നമുക്ക് വരുന്നത് നമ്മുടെ ജീവിത ചെലവിന് വേണ്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു മാസത്തേക്കുള്ള ഒരു മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാവും. പക്ഷേ 2024 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണ്, നമ്മൾ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഇന്ത്യൻ വംശജരായിട്ടുള്ള നമ്മുടെ പോലെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്ന കടബാധ്യത എന്ന് പറയുന്നത് ശതമാനക്കണക്കിൽ പറയുകയാണെങ്കിൽ 47.8% ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20% കൂടി, 47 എന്നുള്ളത് 67% മാറി. അപ്പോൾ കടബാധ്യത എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഇൻഫോർമേഷനാണ്. എല്ലാ ബാങ്കുകളിലും അവിടുത്തെ
ഈ പറയുന്ന കടം വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരുടെ കണക്ക് നോക്കുമ്പോൾ 2024 കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ 100% കുട്ടികളില് 67%. 67% എന്ന് പറയുമ്പോൾ 2/3 ആൾക്കാർക്കും അത് കടം വീട്ടാൻ പറ്റാത്തൊരു സാഹചര്യത്തില് മാറി നിൽക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്? ഈവൻ നമ്മള് വിദേശ സർവകലാശാലയിൽ പോയി കഴിഞ്ഞാൽ ബെറ്റർ ലിവിങ് കണ്ടീഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലെ? നല്ലൊരു ജോലി കിട്ടണം എന്നുള്ള എല്ലാ കാഴ്ചപ്പാടുകളും മാറ്റി നിർത്തിക്കൊണ്ട് ആ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്താണ്? ജോലി കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുന്നുണ്ട്, പക്ഷേ അവിടെ വീണ്ടും വില്ലനായി വരുന്നത് എന്താണ്? കടബാധ്യതയാണ്. കടബാധ്യത എന്ന് പറയുമ്പോൾ അവർക്ക് ആ ലിവിങ് കോസ്റ്റ് മാറ്റി ഒരു സേവിങ്സ് ഉണ്ടാവണം. ആ സേവിങ്സ് ഉണ്ടായാൽ മാത്രമാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ പറയുന്ന രീതിയിൽ അവർക്ക് ആ ഒരു കടം എന്ന് പറയുന്നത് ലോണ് വീട്ടാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നിർഭാഗ്യകരം എന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 3-2 പേർക്കും ഈ പറയുന്ന കടം എന്ന് പറയുന്നത് വീട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ വരുന്നത്. അങ്ങനെ 67% ഇപ്പോഴും കടക്കണിയിൽ തന്നെയാണ് എന്നുള്ളൊരു അവസ്ഥയാണ്. നമുക്കറിയാം, കടത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവസാനം ഇയർ എൻഡിങ് ആവുമ്പോൾ നമ്മൾ കിട്ടാക്കടം എന്ന് പറയുന്ന NP എന്ന് പറയുന്ന ലെവലിലേക്ക് മാറുമ്പോൾ അവരെന്ത് ചെയ്യും? ഒരു എമൗണ്ട് അവർ പറയും, ബാർഗെയിൻ ചെയ്യും, അതടച്ച് നിങ്ങൾ മാറിപ്പോവാനായിട്ട് പറയും, അല്ലെ? ആ സാഹചര്യത്തിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ സാമ്പത്തിക സ്ഥിതി. അപ്പം പറയുന്ന വിദ്യാഭ്യാസ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞതിന് ശേഷം അവര് ലോണും കാര്യങ്ങളൊക്കെ സാങ്ഷനായി, കുട്ടി പഠിച്ചു, എല്ലാവരും ഹാപ്പി. പക്ഷെ കുട്ടിയുടെ പഠനം കഴിഞ്ഞ് പിന്നെന്താ സംഭവിക്കുന്നത് എന്നുള്ളത് ആരും പറയുന്നില്ല. അപ്പൊ വിദേശ യൂണിവേഴ്സിറ്റികളില് ആ ക്യാമ്പസുകളിലുള്ള കുട്ടികളുടെ സ്ട്രെങ്ത് ക്രമാതീതമായിട്ട് കുറഞ്ഞു വരുന്ന സാഹചര്യം ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തുണ്ടാവുന്നു? മൊത്തത്തിലുള്ള ആ ഒരു സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന വിദേശ യൂണിവേഴ്സിറ്റികളെയും ബാധിച്ചു. 3 കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷന് വേണ്ടതായിട്ടുള്ള ട്യൂഷൻ ഫീസ് സ്കൈ റോക്കറ്റ് എന്ന് പറയുന്ന രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ അവിടെ താമസത്തിന്റെ ചെലവ്, ലിവിങ് കോസ്റ്റ്, അതുപോലെ വാടക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ഒരു ഹയർ ആയിട്ടുള്ള ഒരു ബർഡനായി മാറാണ്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിന് നമുക്കറിയാം, ഈ ബാധ്യതകൾ മുഴുവൻ വൈസ് ചാൻസലർ എന്ന് പറയുന്ന ഒരു വ്യക്തിയിൽ നിക്ഷിപ്തമായിരിക്കും. വൈസ് ചാൻസലർക്ക് അവിടെ വൈസ് ചാൻസലറായിട്ട് പിടിച്ചു നിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര എമൗണ്ട് ഓഫ് സ്റ്റുഡൻസ് വരേണ്ട ഒരവസ്ഥ വന്നു. ലാൻകാസ്റ്റർ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ ഇന്തോനേഷ്യയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവരുടെ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രീം തന്നെ അവര് ഒരു ബ്രിഡ്ജ് കോഴ്സായിട്ട് ഇന്റർ ഡിസിപ്ലിനറി ആയി കൊണ്ടുവരാണ്. പല രാജ്യങ്ങളും, ചൈന, ജർമ്മനി, അതുപോലെ ഓസ്ട്രേലിയ, അമേരിക്ക, UK, ഇതെല്ലാം തന്നെ ഒരു ഇന്ത്യയിലേക്ക് ഒരു ക്യാമ്പസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അവസ്ഥകളാണ് ഇന്ന് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ, ഉപരിപഠനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഡയമെൻഷനിലൂടെയും നമ്മൾ ഗോ ത്രൂ ചെയ്യണം. വിദഗ്ധരായിട്ട് നമ്മൾ ഈ പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാധ്യത എങ്ങനെ മാറ്റണം എന്നുള്ളതിനെ കുറിച്ചെല്ലാം തന്നെ ഇന്ന് നമ്മൾ സ്റ്റഡി ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.